അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളുമെല്ലാം തന്നെ നിരവധിയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇന്നിൽ കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് രോഗങ്ങൾ എന്നുള്ളത്. ചെറിയ കുട്ടികൾ പോലും പല വിധത്തിലുള്ള പ്രയാസകരമായ രോഗങ്ങളിലൂടെ കഴിഞ്ഞുകൂടുന്ന വാർത്തകളും ചിത്രങ്ങളുമാണ് എവിടെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി അവനിലേക്ക് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായി ചെയ്യുവാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസലാം റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ പറഞ്ഞ വാചകം വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ ആരാണോ എനിക്ക് ശമനം നൽകുന്നത് ആ റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്, ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുക എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറായിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് രോഗമായിരുന്നാലും ആ രോഗങ്ങൾക്ക് ചികിത്സ നടത്തുന്നതോടൊപ്പം തന്നെ ഭൗതികമായ ചികിത്സയുടെ കൂടെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളിലൂടെയുള്ള മറ്റ് ചികിത്സാ രീതികളിലേക്ക് നാം ശ്രദ്ധിക്കുകയും ചെയ്താൽ കൂടുതൽ മനസ്സമാധാനത്തോടുകൂടി റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. കാരണം ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും പല രോഗങ്ങൾക്കും നിരവധി ചികിത്സ നടത്തിയിട്ടും ശമനമില്ലാതെ പ്രയാസപ്പെടുന്ന രോഗികൾ നിരവധിയാണ്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ശിഫാഅ, ഏതൊരു രോഗമാണോ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് അതിനുള്ള പ്രതിവിധിയും അതിനുള്ള ഔഷധങ്ങളും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗമെന്നുള്ളത് ഈ ലോകത്ത് മനുഷ്യനെ പരീക്ഷിക്കുവാൻ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. അമ്പിയാക്കൾക്ക് പോലും രോഗങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഖുർആനും ഹദീസും നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗമുണ്ടാകുമ്പോൾ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകളിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുണ്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചതുകൂടി നമുക്ക് കൂടുതൽ മനസ്സമാധാനവും അതുപോലെ തന്നെ ജീവിതത്തിൽ സ്വസ്ഥതയും നൽകുവാൻ അത് ഉപകരിക്കുമെന്നുള്ളത് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു, അലൈക്കും ബി ഖിയാമിൽ ലൈൽ, നിങ്ങൾ ഖിയാമുൽ ലൈൽ തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക. അത് പൂർവികരായ സജ്ജനങ്ങളുടെ മാതൃകയാണ്. അത് നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്, അത് പാപങ്ങളെ തടയുന്നതാണ്, തിന്മകൾക്കുള്ള പരിഹാരമാണ് എന്നെല്ലാം തന്നെ പറഞ്ഞതിൻ്റെ ശേഷം ഫഇന്നഹു മത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്, നിങ്ങളുടെ ശരീരങ്ങളിലുണ്ടാകുന്ന രോഗങ്ങളെ അകറ്റുവാൻ അത് കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സന്തോഷമറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഈ ഒരു പുണ്യകർമ്മം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇത് അല്ലാഹു എൻ്റെ രോഗശമനത്തിനുകൂടി കാരണമാക്കിയേക്കും എന്നുള്ളത് മനസ്സിൽ കരുതുകയും അതിനനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്കതിലൂടെ മനസമാധാനം കൂടുതൽ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഹസനാനി എന്ന് രേഖപ്പെടുത്തിയ ബൈഹഖിയും തബ്റാനിയുമെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത ദാവൂ മർളാകും ബിസ്സദഖ, നിങ്ങൾ സ്വതക്ക കൊണ്ട് നിങ്ങളുടെ രോഗങ്ങൾക്ക് ചികിത്സ നടത്തുക. അതുകൊണ്ട് നമുക്ക് അനുഭവിക്കുന്ന രോഗമായിരുന്നാലും നമ്മുടെ ആശ്രിതർക്കുണ്ടാകുന്ന രോഗങ്ങളായിരുന്നാലും അതിനെല്ലാം തന്നെ സ്വതക്കകൾ അതിന് പ്രതിവിധിയാണ്, അതിനുള്ള പരിഹാരമാണ്, ചികിത്സയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വതക്കകൾ ചെയ്യുക എന്നുള്ളത് അത് രോഗശമനമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഐഹിക ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും അതിലൂടെ സന്തോഷം ലഭിക്കുമെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ടാകുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക, നമ്മുടെ പാപങ്ങൾ അതിലൂടെ മായ്ക്കപ്പെടുന്നതാണ് എന്നുള്ളത് ആ വിഷയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹുവിനോട് ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കുക, തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക, അതേപോലെ തന്നെ പറ്റാവുന്ന വിധത്തിൽ സദഖകൾ നിർവഹിക്കുക എന്നീ കാര്യങ്ങളെല്ലാം തന്നെ
നമ്മൾ ഏറ്റെടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് രോഗങ്ങൾക്ക് അതിലൂടെ സമാധാനം കണ്ടെത്താവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഐഹികവും പാരിത്രികവുമായ ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ജീവിതം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക.